ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1980s ശേഷമുണ്ടായ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേൾഡ് മുഴുവൻ ഒന്നായി തീരുന്ന ഒരവസ്ഥ, ബോർഡർ ഒന്നുമില്ലാതെ, ബോർഡർലെസ് ട്രേഡ്, ബോർഡർലെസ് ഗവൺമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഗ്ലോബലൈസേഷൻ. It is a process of interaction and integration among people, companies and governments of different nations. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നു, നേഷൻസ് തമ്മിൽ കൂടുതൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നു. പ്രധാന ഉദ്ദേശം ട്രേഡാണ്. എന്താണ് ട്രേഡ്? കച്ചവടം. നേഷൻസ് തമ്മിലുള്ള കച്ചവടം, ഇൻ്റർനാഷണൽ ട്രേഡ് ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം ഗ്ലോബലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഗ്ലോബലൈസേഷൻ്റെ ഡെഫിനിഷൻ IMF പറയുന്നതനുസരിച്ച് ഇറ്റ് ഈസ് എ ഗ്രോയിങ് എക്കണോമിക് ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് കൺട്രീസ് ത്രൂ ഇൻക്രീസിംഗ് വോളിയം ആൻഡ് വെറൈറ്റി ഓഫ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, free international capital flows and more rapid and widespread diffusion of technology. രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ എക്കണോമിക്കലി ഇൻ്റർഡിപ്പെൻഡൻ്റ് ആകുന്നു. എക്കണോമിക് ഇൻ്റർഡിപ്പെൻഡൻസ്, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സാമ്പത്തികമായിട്ട് കൂടുതൽ അടുക്കുന്നത് എങ്ങനെയാണ്? ട്രേഡ്, ഗുഡ്സും സർവീസസും പരസ്പരം കൈമാറുന്നത് കൂടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കൂടുന്നു, ടെക്നോളജി പരസ്പരം കൈമാറുന്നു. ഗുഡ്സും ക്യാപിറ്റലും ടെക്നോളജിയുടെയും ട്രാൻസ്ഫർ, അതാണ് ഗ്ലോബലൈസേഷൻ എന്നാണ് IMFൻ്റെ ഒപ്പീനിയനിൽ. ഗ്രോയിങ് എക്കണോമിക് ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് കൺട്രീസ് ത്രൂ ട്രാൻസാക്ഷൻ, ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽസ് ആൻഡ് ടെക്നോളജി. അതിനെ നമുക്ക് IMFൻ്റെ ഡെഫിനേഷനെ എക്കണോമിക്കലി പറയാവുന്ന ഒരു ഡെഫിനേഷനാണ്. കൾച്ചറലി പറയുകയാണെങ്കിൽ നമ്മുടെ ആൻ്റണി ഗിഡൻസിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് വേൾഡ് വൈഡ് സോഷ്യൽ റിലേഷൻസ് വിച്ച് ലിങ്ക് ഡിസ്റ്റൻറ്റ് ലൊക്കാലിറ്റീസ് ഇൻ സച്ച് എ വേ ദാറ്റ് ലോക്കൽ ഹാപ്പനിങ്സ് ആർ ഷേപ്ഡ് ബൈ ഈവൻറ്റ്സ് ഒക്കറിങ് മെനി മൈൽസ് എവേ ആൻഡ് വൈസ് വേഴ്സ. അതായത് സാമൂഹിക ബന്ധങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ്, റിലേറ്റിവിറ്റി കൂടുന്നു, ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് റിലേഷൻസ്. അങ്ങനെ വരുമ്പോൾ ഒരു കൊച്ചു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വരെയും എല്ലാ ലോകത്തും അറിയാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ജനങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് കൂടുന്ന ഒരവസ്ഥ എന്നാണ് ആൻ്റണി ഗിഡൻസിൻ്റെ അഭിപ്രായത്തിൽ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Intensification of worldwide social relations which link distant localities in such a way that local happenings are shaped by events occurring many miles away. ഇനി several dimensions ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ഡയമെൻഷൻസ്. എക്കണോമിക് ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഒന്ന് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. ഡിമാൻഡും സപ്ലൈയും കൊണ്ട് മാത്രം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പ്ലേസ് വെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. അപ്പോൾ രാജ്യമാകത്തുള്ള വിപണി എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും ബേസ് ചെയ്തായിരിക്കണം. ഗവൺമെൻറ് അവിടെ ഇടപെടരുത്. പിന്നെ എന്താണ് ഫസ്റ്റ് പോയിൻറ്റ്? ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. സെക്കൻഡ് വൺ എക്കണോമിക് ഡയമെൻഷനിലുള്ളത് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ടെക്നോളജി, ക്യാപിറ്റൽ. ഗ്ലോബലൈസേഷൻ്റെ മറ്റ് പോയിൻറ്റ്സുകൾ എന്ന് പറയുമ്പോൾ താരിഫും ടാക്സും ഒക്കെ റിഡക്ഷൻ, കുറയ്ക്കുക. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഗുഡ്സിനും പ്രോഡക്ട്സിനുമൊക്കെ എന്ത് കുറയ്ക്കുക? താരിഫുകൾ, നികുതികൾ കുറയ്ക്കുക. പിന്നെ എന്താണ്? ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻക്രീസ് ചെയ്യുക. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക. WTO, IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയവയുടെ റോൾ ഇൻക്രീസ് ചെയ്യുന്നു. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ MNCസിൻ്റെ റോളും ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് പോയിൻ്റ് ബൈ പോയിൻ്റ് എക്കണോമിക് ഡയമെൻഷൻ. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ പോയിൻ്റിൽ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. എക്കണോമിക് ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ടെക്നോളജി, ക്യാപിറ്റൽ. 2 ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. 3 ഇൻ്റർനാഷണൽ ട്രേഡ് റെഗുലേഷൻസ് ഇൻക്രീസ് ചെയ്യുക.
മറ്റൊന്ന് റിഡക്ഷൻ, താരിഫ് കുറയ്ക്കുക. മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഇമ്പോർട്ടിനുകൾക്കൊക്കെ താരിഫും ടാക്സും കുറയ്ക്കുക. റിഡക്ഷൻ ഓഫ് താരിഫ് ആൻഡ് ടാക്സസ് ഫ്രം ഓഫ് ഇമ്പോർട്ട്സ് ഫ്രം അതർ കൺട്രീസ്. ഇൻക്രീസിംഗ് റോൾ ഫോർ IMF, WTO ആൻഡ് വേൾഡ് ബാങ്ക്. ഇൻക്രീസിംഗ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ, ഇൻക്രീസിംഗ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻക്രീസിംഗ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNCsകൾ, പല കമ്പനികൾ ഇവിടെ വന്ന് സ്ഥാപിക്കുന്നു. ഇതെല്ലാം എക്കണോമിക് ഡയമെൻഷനാണ്. ഇനി ടെക്നോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പോയിൻ്റ് ഓർത്താൽ മതി. അഡ്വാൻസ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യയിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ. ന്യൂ പ്രൊഡക്ഷൻ ടെക്നോളജീസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ, പുതിയ നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻറ്റ് കൂട്ടാനും ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ കൂട്ടാനുമൊട്ടുള്ള ടെക്നോളജീസിൻ്റെ കണ്ടുപിടുത്തം. പിന്നെ ഫ്രീ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇൻ്റർനെറ്റിൻ്റെയും മറ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിൻ്റെയും സ്വതന്ത്രമായ ഉപയോഗം. പണ്ട് ഇൻ്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പും ആണെങ്കിൽ ഇപ്പോൾ അത് എങ്ങോട്ടൊക്കെ ആയിട്ട് മാറി. നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം, അങ്ങനെ എഡ്യൂക്കേഷൻ വരെയും എല്ലാം തന്നെയും ഇൻ്റർനെറ്റിലേക്ക് മാറി അല്ലേ. മൊത്തത്തിൽ ഗ്ലോബലൈസേഷൻ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മൾ കോവിഡ് കാലത്ത് കൂടുതലും ലേണിങ്ങിന് കൂടുതൽ നമുക്ക് സഹായകമായത്. ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ഒക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ തന്നെയാണ്. ഇനി ഇൻഫോർമേഷൻ ടെക്നോളജി എക്സ്ചേഞ്ച്, അതായത് സാങ്കേതിക വിദ്യ കണ്ടുപിടുത്തങ്ങൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തും പറഞ്ഞു കൊടുക്കുന്ന രീതി, അതാണ് ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി എക്സ്ചേഞ്ച്. പിന്നെ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ബെനിഫിറ്റ്, ഒരു ടെക്നോളജി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്നു. ട്രാൻസ്ഫർ എവിടെ നിന്നേ വരത്തുള്ളൂ? ഡെവലപ്ഡ് കൺട്രീസ്, ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിനാണ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം വന്ന പുതിയ കാര്യങ്ങളാണ് കോപ്പിറൈറ്റ് ലോ, പേറ്റൻറ്റ് ഒക്കെ വന്നത്. കണ്ടുപിടുത്തം നടത്തിയാൽ അതിന് പേറ്റൻ്റ് എടുക്കാം. കോപ്പിറൈറ്റ്സ്, എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ നിയമങ്ങളോ നടത്തിയാൽ അതിന് ഒരു സ്വന്തം അവകാശമാണെന്ന് പറയുന്നതാണ് കോപ്പിറൈറ്റ് ലോയും പേറ്റൻറ്റും. ഇത്തരം കാര്യങ്ങൾ എല്ലാം ടെക്നോളജിക്കൽ ഡയമെൻഷൻസിൽ വരുന്നു. അപ്പോൾ ടെക്നോളജിക്കൽ ഡയമെൻഷൻസിൽ ഇൻക്രീസ് ഇൻ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഡിസമിനേഷൻ, പിന്നെ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി എക്സ്ചേഞ്ച്, പിന്നെ ടെക്നോളജിക്കൽ ഇന്നവേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഫ്രം മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ടു ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ്, പിന്നെ ഇൻക്രീസിങ് യൂസ് ഓഫ് കോപ്പിറൈറ്റ് ലോസ് ആൻഡ് പേറ്റൻറ്റ് ലോസ്. അങ്ങനെ ഇത്രയും പോയിന്റുകളായി ഓർത്ത് പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആകണം ഗ്ലോബലൈസേഷൻ പഠിക്കുമ്പോൾ. നെക്സ്റ്റ് ഈസ് പൊളിറ്റിക്കൽ ഡയമെൻഷൻ. പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലിബറലിസത്തിലൊക്കെ പറഞ്ഞു നിയോ ലിബറൽ വേർഷൻ ഓഫ് ഗവൺമെൻറ് എന്നാണ്. അതായത് ലെസ് ഇൻ്റർവെൻഷനിസ്റ്റ് ഗവൺമെൻറ് അധികം ഇടപെടാതെ ഇരിക്കുക. അതും 1980 ശേഷം വന്നതാണ്. നിയോ ലിബറൽ ഇൻ്റർവെൻഷനെയാണ് നമ്മൾ റീഗനിസം, താച്ചറിസം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഡയമെൻഷൻസിൽ പറയുന്നത് ഡീറെഗുലേഷൻ ആൻഡ് ഫ്രീ മാർക്കറ്റ് എക്കോണമി ആയിരിക്കണം. ഗവൺമെൻറ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദ ഇക്കോണമി ഓഫ് എ കൺട്രി. മറ്റൊരു പോയിന്റ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഗവൺമെൻറ് പവർ മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം സെൻട്രൽ ലെവൽ ടു ലോക്കൽ ലെവൽ. മൂന്നാമത്തെ പോയിന്റ് റിഡക്ഷൻ ഓഫ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ബൈ ഇൻക്രീസിങ് ദ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ. സ്റ്റേറ്റിൻ്റെ റോള് കുറച്ചുകൊണ്ടിരിക്കുക, എല്ലാം കൂടുതൽ പ്രൈവറ്റ് സെക്ടറിന് വിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. സ്റ്റേറ്റിൻ്റെ വെൽഫെയർ മെഷേഴ്സ് കുറച്ചുകൊണ്ടിരിക്കുക. അത് ഗ്ലോബലൈസേഷൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ബജറ്റിലൊക്കെ കാണുന്നത് കൂടുതലും എല്ലാ ഓഹരികളും വിറ്റഴിക്കുകയും പ്രൈവറ്റൈസേഷന് കൂടുതൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഡയമെൻഷൻസിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് ഗവൺമെൻറ്, പിന്നെ ലെസ് ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ്, റിഡക്ഷൻ ഓഫ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ബൈ ഇൻക്രീസിങ് റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ, ഡീറെഗുലേഷൻ ആൻഡ് ഫ്രീ മാർക്കറ്റ്. അതാണ് പൊളിറ്റിക്കൽ ഡയമെൻഷൻ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൾച്ചറൽ ഡയമെൻഷൻ. കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നൗ വി ഹാവ് ഡെവലപ്ഡ് എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. ഇപ്പോൾ ഒരു ഹോമോജീനസ് സൊസൈറ്റി അല്ല, നമ്മൾ എല്ലായിടത്തെയും കുറേ മാനേഴ്സും കൾച്ചേഴ്സും ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യം എന്താണ്? ഡ്യൂ ടു ഇൻക്രീസ്ഡ് മൈഗ്രേഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ് ലെഡ് ടു ദ മിക്സിംഗ് ഓഫ് മെനി ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഇൻക്രീസ്ഡ് മൈഗ്രേഷനും മൂവ്മെൻറ്റ് ഓഫ് പീപ്പിളും ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് പറ്റി? പല കൾച്ചറുകളും മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ലെഡ് ടു ദ മിക്സിംഗ് ഓഫ് മെനി ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ്. പല കൾച്ചറുകൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഒരു ഹെട്രോജീനസ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും
ഗ്ലോബലൈസേഷൻ ഹെൽപ്ഫുൾ ആകുന്നു. അതാണ് ഗ്ലോബലൈസേഷൻ്റെ കൾച്ചറൽ ഡയമെൻഷൻ. സോ ഗ്ലോബലൈസേഷൻ ആവ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ. ഇനി ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിൽ, അല്ലെങ്കിൽ വാട്ട് ഇസ് എ മെറിറ്റ്, അല്ലെങ്കിൽ വാട്ട് അച്ചീവ്മെൻറ്റ്, പല രീതിയിൽ എഴുതാം. അതിനെല്ലാം എഴുതത്തക്ക രീതിയിലാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഇമ്പാക്റ്റ് എവിടെയാണ്? എക്കണോമിക് ആൻഡ് ട്രേഡ് പ്രോസസ് ഫീൽഡിലാണ്. ഗ്ലോബലൈസേഷൻ്റെ ഒരു ബെനഫിറ്റായിട്ട് പറയാമെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡീലിംഗ് വിത്ത് എക്കണോമിക് ഗ്രോത്ത് കൂട്ടി. ഇറ്റ് ഹെൽപ്പ് ടു സോൾവ് ദ പോവർട്ടി പ്രോബ്ലം. ഇതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ ഒരു ബെനഫിറ്റായിട്ട് പറയാം. പക്ഷേ ഇതെല്ലാ രാജ്യങ്ങളിലും പറ്റുമോ? ഇല്ല. ഡെവലപ്പിംഗ് കൺട്രീസ് were നോട്ട് ഏബിൾ ടു ടാപ്പ് ദ ബെനഫിറ്റ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ. ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ബെനഫിറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുറേ ഡെവലപ്മെൻറ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഒരിക്കലും ഡെവലപ്പിംഗ് കൺട്രീസിനാണ് ഏറ്റവും, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് അത്രത്തോളം ഡെവലപ്മെൻറ്റിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അഡ്വാൻറ്റേജ് ആയിട്ട് ഗ്ലോബലൈസേഷൻ്റെ പറയുന്നത് ഗുഡ്സും പീപ്പിളും ട്രാൻസ്പോർട്ടഡ് ഈസിയർ, ഫ്രീ ട്രേഡ് ഇൻക്രീസ്ഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിക്രീസ് ദ പോസിബിലിറ്റി ഓഫ് വാർ ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു, ബിക്കോസ് ഇൻക്രീസിങ് ദ ഫ്രീ ട്രേഡ്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. റാപ്പിഡ് ഗ്രോത്ത് ഇൻ ഇന്ത്യ ആൻഡ് ചൈന ഹാസ് കോസ്ഡ് വേൾഡ് പോവേർട്ടി ടു ഡിക്രീസ്. ഇന്ത്യയിലും ചൈനയിലും ഉണ്ടായ വൻ സാമ്പത്തിക പുരോഗതി എന്ത് പറ്റി? അങ്ങനെ എടുത്തപ്പോൾ ലോകത്തിലാകമാനം പോവർട്ടി, ദാരിദ്ര്യം കുറഞ്ഞു. അത് പക്ഷേ ഇന്ത്യയിലും പിന്നെ പോപ്പുലേഷൻ്റെ ഒരു എഫക്റ്റ് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ആഫ്രിക്കയിൽ പോവർട്ടി കുറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു കണക്കാര്യം മാത്രമാണ്. ടോട്ടലി അത് ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഗ്ലോബലൈസേഷൻ ഒട്ടും ബെനഫിറ്റ് അല്ല. എൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞു, ഗുഡ്സും ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്തു, പിന്നെ ഫ്രീ ട്രേഡ് ഇൻക്രീസ് ചെയ്തു. അതിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ ഇൻഇക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. റിച്ചും പുവറും തമ്മിലുള്ള ഡിഫറൻസ് കൂടി. മറ്റൊന്ന്, ദ ബെനഫിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ആർ നോട്ട് യൂണിവേഴ്സൽ. എല്ലായിടത്തും ഒരുപോലെ ഗ്ലോബലൈസേഷൻ്റെ ബെനഫിറ്റ് എത്തിയിട്ടില്ല. ദ റിച്ച് ആർ ഗെറ്റിംഗ് റിച്ച് ആൻഡ് ദ പുവർ ബിക്കം പുവർ. മാത്രവുമല്ല, ഗ്ലോബലൈസേഷൻ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, പൊല്യൂഷൻ തുടങ്ങിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. Because setting up of companies and factories in the developing nations by developed countries affect badly the economy of developed countries and increase unemployment. കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഫാക്ടറികളുമൊക്കെ സ്ഥാപിച്ചപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിനും അതിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. മറ്റൊന്ന്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതൽ ഫാക്ടറീസ് പ്രൊഡക്ഷനൊക്കെ വന്നപ്പോൾ ഇറ്റ് കോസ് എ ലോട്ട് ഓഫ് പൊല്യൂഷൻ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദാറ്റ് പൊല്യൂഷൻ ഈസ് ഗ്ലോബൽ വാർമിങ്ങും പൊല്യൂഷനുമൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സിസ്റ്റത്തിൽ ഗ്ലോബലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ഹയർ എഡ്യൂക്കേഷൻ. കൂടുതൽ ആൾക്കാർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടാൻ ഹെൽപ്ഫുള്ളായത് ഗ്ലോബലൈസേഷൻ കൊണ്ടാണ്. പിന്നെ ഇറ്റ് ഇൻക്രീസസ് ലിവിങ് സ്റ്റാൻഡേർഡ്, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇതൊക്കെ കൂട്ടാൻ സഹായിച്ചു. Because it get more money for health and education, which led to decrease the rate of illiteracy. Illiteracy കുറഞ്ഞു, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നീ ലെവലിൽ ഇൻക്രീസ് ഉണ്ട്. ലിവിങ് സ്റ്റാൻഡേർഡ്സും ഇൻക്രീസ് ചെയ്തു. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു. വേൾഡ് ബാങ്ക് 2004 പറയുന്നത് more than 85% of the world population can expect to live for at least 60 years. 85% ലോകത്തിലെ പോപ്പുലേഷനും 60 വയസ്സിന് മുകളിൽ ജീവിക്കാൻ സാധ്യത ഉള്ളവർ തന്നെയാണ്. 100 വർഷം മുമ്പത്തെ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ 2 ഇരട്ടിയാണ് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി. അതിന് ഹെൽപ്ഫുള്ളായത് എഡ്യൂക്കേഷനിലും ഹെൽത്തിലുമുള്ള ഡെവലപ്മെൻറ്റാണ്. അതിന് കൂടുതൽ സഹായമായത് ഗ്ലോബലൈസേഷൻ്റെ വരവാണ് എന്നാണ് പറയുന്നത്. Globalization helped doctors and scientists to contribute to discover many diseases spread by humans, animals, and birds. And it helped them to create appropriate medicines to fight for these deadly diseases. Deadly diseasesന് വേണ്ടി കൂടുതൽ മെഡിസിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, കൂടുതൽ ഹെൽത്ത് ഏരിയയൊക്കെ ഡെവലപ്പ് ചെയ്യാനുമൊക്കെ ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലോബലൈസേഷനാണ് WHO, യുനെസ്കോ, മറ്റ് NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ ഹെൽത്ത് ഏരിയയിലും ലിറ്ററസി ഏരിയയിലുമൊക്കെ ധാരാളം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പോസിറ്റീവ് എഫക്റ്റ് ഹെൽത്തും എഡ്യൂക്കേഷൻ ഫീൽഡിലും ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉണ്ട്. എന്നാൽ എന്തായിരിക്കാം നെഗറ്റീവ് എഫക്റ്റ്?
നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്പ്രെഡിങ് ഓഫ് COVID-19 ഗ്ലോബലൈസേഷൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് പറയാം അല്ലേ വേണമെങ്കിൽ. കാരണം എന്താണ്, എപ്പോഴൊക്കെ നമ്മളൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അന്നേരമെല്ലാം വീണ്ടും ഈ ഡിസീസ് സ്പ്രെഡാകുന്നു. ഡിസീസസ് ആർ സ്പ്രെഡ് അക്രോസ് ബോർഡേഴ്സ് ഫ്രം കൺട്രീസ് ടു കൺട്രീസ്. ഡിസീസസ് സ്പ്രെഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇന്ന് എന്തൊരു ചെറിയ കാര്യം, ഒരു അസുഖം വന്നാൽ സ്പ്രെഡ് ചെയ്യാൻ വളരെ ഈസിയായി. ബിക്കോസ് നമ്മൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് കൺട്രികൾക്കൊക്കെ ബോർഡർ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ വർക്ക് ചെയ്തോ ഇല്ല. COVID-19 വന്നപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്തില്ല. ദിസ് ഇൻഫ്ലുവൻസസ് ബാഡ്ലി ദ ലിവിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് ദീസ് കൺട്രീസ്. അത്തരത്തിലൊരു സിവിയർ ഡിസീസുകൾ വന്നാൽ ലിവിങ് സ്റ്റാൻഡേർഡും ലൈഫ് എക്സ്പെക്റ്റൻസി എല്ലാം കുറയും. അതാണ് ഗ്ലോബലൈസേഷൻ്റെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഏരിയയിലുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കൾച്ചറൽ ഡയമെൻഷനാണ്. കൾച്ചറൽ എഫക്റ്റിൽ ഉള്ളത് നമ്മൾ പറഞ്ഞില്ലേ, ഹെട്രോജീനസ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സെവറൽ കൺട്രീസ് കൺസിഡർ ഇറ്റ് ആസ് ഡെട്രിമെൻ്റൽ ടു ദെയർ ഓൺ കൾച്ചർ. തങ്ങളുടെ കൾച്ചറിന് ഒരു വലിയ തടസ്സമായിട്ടാണ് ഇത് പല രാജ്യങ്ങളും കണക്കാക്കുന്നത്. സെവറൽ കൺട്രീസ് ഫിയർ ദാറ്റ് ഗ്ലോബലൈസേഷൻ മൈറ്റ് ഡിസ്ട്രോയ് ദെയർ ഓൺ കൾച്ചർ, ട്രഡീഷണൽ ഐഡൻറ്റിറ്റി, കസ്റ്റംസ് ആൻഡ് ലാംഗ്വേജ്. ഗ്ലോബലൈസേഷൻ കൊണ്ട് തങ്ങളുടേതായ കൾച്ചർ, ഐഡൻറ്റിറ്റി, കസ്റ്റംസ്, ലാംഗ്വേജ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനതകളും ഉണ്ട്. Further, globalization leads to disappearance of many words and expressions from local language. പല രാജ്യത്ത് ഈ ലോക്കൽ ആയിട്ടുള്ള പല വേർഡ്സുകളും എക്സ്പ്രഷൻസും ഒക്കെ ഇതാവുന്നുണ്ട്. ഡെവലപ്പിങ്ങിലല്ല, ഡെവലപ്ഡ് നേഷൻസിൽ ഇംഗ്ലീഷിലും ഫ്രഞ്ചിൽ നിന്നുമൊക്കെ ഡിസപ്പിയർ ആകുന്നു. ബിക്കോസ് നമ്മളെല്ലാവരും ഒരു കോമൺ പാറ്റേണിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് പറ്റും, ലാംഗ്വേജസും ലോക്കൽ തിങ്സും ഒക്കെ ഡിസപ്പിയർ ആകുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. അതാണ് അതിൻ്റെ കൾച്ചറൽ എഫക്റ്റായിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് എഫക്റ്റും പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നെഗറ്റീവും പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് എഫക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു, ഇൻഇക്വാളിറ്റീസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ നേഷൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെന്താണ്, ഇത് തേർഡ് വേൾഡ് കൺട്രീസിലാണ് ഏറ്റവും സഫർ ചെയ്യുന്നത്. കോമ്പറ്റീഷൻ കൊണ്ട് എന്ത് പറ്റും, ഇറ്റ് വിൽ ഹെൽപ്പ് കോസ് പ്രോബ്ലം ടു എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ ഉണ്ടാകും. കൾച്ചറൽ യുണീക്ക്നെസ് ഈസ് ലോസ്റ്റ്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇഫക്റ്റുകളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതെല്ലാം കൂടെ ചെറിയ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. പോസിറ്റീവ് എഫക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോർ ക്യാപിറ്റൽ ഫ്ലോ, ടെക്നോളജിക്കൽ ഫ്ലോ, പിന്നെ മോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ നേഷൻസ്. ഈ നെഗറ്റീവ് എഫക്റ്റും പോസിറ്റീവ് എഫക്റ്റും പോയിൻ്റായിട്ട് പഠിക്കുന്നത് ഇവിടെ മുകളിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലാതെ അത് മാത്രം പഠിക്കരുത്. ഈ മുകളിൽ പറഞ്ഞ കാര്യം വായിച്ച് അത് വെച്ചിട്ട് ഒരു 2-3 കറക്റ്റായിട്ട് പോയിൻറ്റ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം കൾച്ചറൽ എഫക്റ്റും നമ്മൾ പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഏരിയയും ഒപ്പം ഇക്കണോമിക് ഡയമെൻഷനും ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ്. ഇനി ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് ചോദിച്ചാലും നമ്മൾ ഈ മോഡലിലാണ് എഴുതേണ്ടത്. ഇനി റോൾ ഓഫ് സ്റ്റേറ്റ്, ചിലപ്പോൾ നേരെ ഡയറക്റ്റായിട്ട് ക്യാരക്ടറൊന്നും ചോദിക്കാറില്ല. പല ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറുള്ളത്. ഇതാകെ കൂടെ പഠിച്ച് ഐഡിയ ഡെവലപ്പ് ചെയ്ത് ഈ ഐഡിയ വെച്ച് നമ്മളുടേതായ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് അവിടെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. എഴുതുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഗ്ലോബലൈസേഷൻ റിലേറ്റഡ് ഏത് ക്വസ്റ്റ്യനിലും നമ്മൾ ആദ്യം ഒരു 5-6 പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഹെഡിങ് ആക്കി കൊടുത്ത് അതിന് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി സ്വീകരിക്കണം. ഓക്കെ.